ചിറാപ്പുഞ്ചി കഴിഞ്ഞാൽ 24 മണിക്കൂറും മഴ കിട്ടുന്ന ഒരേ ഒരു സ്ഥലം. ഇത് ചെറിയ മീനാണ്. ഇവിടുത്തെ പുഴയിലെ ചെറിയ മീനുകൾ എടുത്ത് വെച്ചിട്ട് നല്ല മീനാണ്. നല്ല കറക്റ്റ് എരിവും എല്ലാം വെച്ച് നല്ല കിട്ടിക്കാറുണ്ട്. അന്തിക്കള്ള്, മധുരക്കള്ള്, മുന്തിരിക്കള്ള്. അപ്പോൾ ശരി, പറയാമല്ലേ. നമസ്കാരം. അപ്പം ഞങ്ങളുടെ പുതുപുത്തൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം, സ്നേഹം, സന്തോഷം. അപ്പം നമ്മുടെ ഇന്നത്തെ എക്സാക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പാലാ രാമപുരം, കോട്ടയം പാലാ രാമപുരത്തുള്ള ഒരു ഫംഗ്ഷന് വന്നതാണ്. അങ്ങനെ പാലായിൽ നിന്നും രാമപുരം റൂട്ടിൽ ഞങ്ങൾ ഉഴവൂരിലേക്ക് പോകുന്ന വഴിക്കാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. നല്ല ഒന്നാം തരം ഒരു ഷാപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നല്ല ഫുഡ് കിട്ടുമെന്ന് പറയുന്നു. ആ ഷാപ്പിലാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ഏതൻ തോപ്പ് എന്ന് പറയുന്ന ഷാപ്പിലാണ് എത്തിയിരിക്കുന്നത്. അവിടുത്തെ വിശേഷങ്ങൾ എന്നാണെന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പങ്കുവെക്കാം. അപ്പോൾ നമ്മളിപ്പം ഏതൻ തോപ്പ് എന്ന് പറയുന്ന ഷാപ്പിന് ഫ്രണ്ടിലാണ് വന്ന് നിൽക്കുന്നത്. ഷാപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഓല കൊണ്ടും അവിടെയും അങ്ങനെയൊക്കെ വെള്ളം മേഞ്ഞതും അങ്ങനെയൊക്കെയുള്ളൊരു കൺസെപ്റ്റാണ് നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അതിനെല്ലാം വളരെ വ്യത്യസ്തമായിക്കൊണ്ട് നല്ല കുറേ ആർട്ട് വർക്കുകളും നല്ല ഭംഗിയുള്ള കുറേ സെറ്റപ്പുകളൊക്കെയാണ് നമ്മുടെ ഷാപ്പിൽ കാണാൻ പറ്റിയിരിക്കുന്നത്. നമുക്കിപ്പോൾ അത് എൻ്റെ അടുത്ത് തന്നെ കാണാതെ നോക്കിയാൽ നല്ലത് ഉഗ്രൊരു തെയ്യത്തിൻ്റെ ഒരു പടം, അതുപോലെ ഇതിന് ചുറ്റും ഇഷ്ടംപോലെ നല്ല നല്ല ആർട്ട് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഏതൻ തോപ്പ് എന്ന് പറയുന്ന ഷാപ്പ് വളരെ വ്യത്യസ്തമായ ഒരു ഷാപ്പായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. കാണുന്ന നിങ്ങൾക്കും അത് ഫീൽ ചെയ്തിരിക്കും, ഉറപ്പാണ്. രാക്കിളി തൻ വഴി മറയും നോവിൻ പെരുമഴക്കാലം. അടിപൊളി. അപ്പോൾ ഏതൻ തോപ്പ് എന്ന ഈ ഷാപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വൈകുന്നേരം അന്തിക്ക് 2 അടിക്കാൻ വരുന്നത് മാത്രമല്ല ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ ഫാമിലിയായിട്ട് വന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഹട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അടിപൊളി വ്യൂ ആണ്, നല്ല പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്, നല്ല ഒന്നാം തരം ഫുഡുണ്ട്. അതിലേറ്റവും ഉപരിയായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിറാപ്പുഞ്ചി കഴിഞ്ഞാൽ 24 മണിക്കൂറും മഴ കിട്ടുന്ന ഒരേ ഒരു സ്ഥലം നമ്മുടെ ഈ ഏതൻ തോപ്പ് ഷാപ്പ് മാത്രമാണ്. നോക്കിക്കേ, എപ്പോഴും നല്ല മഴ പെയ്യുന്നുണ്ടോ, എല്ലാ സമയത്തും മഴ വരാം. അതുകൊണ്ട് നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിക്കാം, 2 വീശാം. അതിന് എല്ലാവർക്കും ഏതൻ തോപ്പിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അടിപൊളിയാ. അങ്ങനെ നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് മണം പിടിച്ച് നമ്മുടെ ഏതൻ തോപ്പിലെ കിച്ചണിലെത്തിയിരിക്കുകയാണ്. കിച്ചണിൽ ഇവിടെ പാചകം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരാണെന്നറിയോ? നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, എൻ്റെ പേര് രാഹുൽ എന്നാണ്. രാഹുലാണ് ഈ ഷാപ്പിൻ്റെ ഓണർ. അദ്ദേഹം നമുക്ക് കുറേ വെറൈറ്റി ആയിട്ടുള്ള, അതായത് ഏതൻ തോപ്പിലെ കുറേ വെറൈറ്റി ഭക്ഷണങ്ങൾ നമുക്കിവിടെ പരിചയപ്പെടുത്തുകയാണ്. അതിൽ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ സാധനം. ഇതെന്താ ചേട്ടാ? ഇത് തിരുവാതിരപ്പുഴക്ക് നമ്മൾ കപ്പ, പച്ചക്കപ്പ, മധുരക്കിഴങ്ങ്, ചേന, ചേമ്പ്, കാച്ചിൽ, കിഴങ്ങ്, അങ്ങനെ കുറേ ഐറ്റംസ്, വൻപയർ എല്ലാം കൂടെ ചേർന്ന്, അതായത് നമ്മുടെ കുറേ, അതായത് പയറുവർഗ്ഗങ്ങളെല്ലാം കൂടെ, പയറുവർഗ്ഗങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്തുള്ള ഒരു പുഴുക്കാണ്. കാരണം വെച്ചാൽ അത് ഇവിടുത്തെ ഈ ഒരു പ്രദേശത്തെ ഏറ്റവും വലിയ സ്പെഷ്യലായിട്ടുള്ള ഒരു ഫുഡാണ് പുഴുക്ക്, അല്ലേ? പുഴുക്ക് ഇവിടുത്തെ ഏറ്റവും ഇപ്പോൾ നല്ലതായിട്ട് നല്ല മൂവിങ്ങുള്ള ഐറ്റമാണ്. അത് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അത് എന്തായിരുന്നു ചേട്ടാ? പിടി. ഇത് നമ്മൾ അരിപ്പൊടി കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അരിപ്പൊടി ഉരുട്ടി അതിനകത്ത് ബാക്കി എന്തൊക്കെ ചേരുവകൾ? അതിനകത്ത് തേങ്ങ ചേർക്കും, പെരിഞ്ചീരകം ചേർക്കും, അത്രേ ഉള്ളൂ. തേങ്ങയും പെരിഞ്ചീരകം കൂടെ ചേർത്ത് ചെറിയ കൊഴുക്കട്ട പോലെ ഉണ്ടാക്കി അത് വെള്ളത്തിൽ വേവിച്ച് നമ്മൾ റെഡിയാക്കുന്നത്. അത്രേ ഉള്ളൂ. അതിനകത്ത് പിടിയുടെ സ്പെഷ്യലായിട്ട് പിടിയുടെ കൂട്ടത്തിൽ ഉപയോഗിക്കുന്ന നാടൻ കോഴി നമ്മൾ ഉപയോഗിക്കുന്നത്. നാടൻ കോഴിക്കറിയാണ് പിടിയുടെ ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറി എന്ന് പറയുന്നത് നാടൻ കോഴിക്കറി, അല്ലേ? അടിപൊളി. അത് മുളകൊക്കെ അരച്ചാൽ വത്തൽമുളകും മല്ലി എല്ലാം കൂടെ വറുത്തരച്ച് സാധാരണ പഴയ രീതിയിൽ നമ്മൾ വെക്കുന്ന അടിപൊളി. അതായത് നാടൻ രീതിയിൽ തന്നെ നാടൻ ആൾക്കാരുണ്ടാക്കുന്ന രീതിയിലുള്ള നാടൻ കോഴിക്കറിയാണ് പിടിയുടെ ഏറ്റവും കോമ്പിനേഷൻ ആയിട്ടുള്ളത്, അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഏതൻ തോപ്പിലെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റം ഇതേതാ? എന്താ രാവിലെ ഇത്? ഈ സാധനം ചാപ്സ്, പോർക്കിന്റെ ചാപ്സ്, പിന്നെ പോർക്കിന്റെ ഫ്രൈ ഉണ്ട്. പിന്നെ ഇത് പച്ചക്കപ്പ നല്ല മഞ്ഞളൊക്കെ നല്ല പൊടി നല്ല
ഇത് കാരണം ഇടിച്ച് പരുവാക്കി വെച്ചിരിക്കുകയാണ്. അടിപൊളിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ബീഫിൻ്റെ ചാറും ഒക്കെ ഒഴിച്ച് അങ്ങോട്ടല്ലേ ഇടുക്കായിരിക്കും. അടിപൊളിയായിരിക്കും. ഇത് ഉണക്കപ്പ ആള് കപ്പ പച്ചക്കപ്പ വാട്ടിയെടുത്ത് ഉണങ്ങിയിട്ട് അടിപൊളിയായിട്ട് വെച്ചിരിക്കുന്നത്. അടുത്ത് ഇത് കള്ളപ്പം ഷാപ്പിലെ കള്ള് തന്നെ ഒഴിച്ചുണ്ടാക്കിയിരിക്കുന്ന കള്ളപ്പമാണ്. വേറെ ഒരു മായവും ഒരു ഒന്നും ഇല്ലാത്തൊരു സാധനമാണെന്നുള്ള ശുദ്ധമായ കള്ള് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ് കള്ളപ്പം. അത് ചിക്കൻ ഫ്രൈ അത് നമ്മുടെ നോർമൽ ചിക്കൻ ഫ്രൈ ആണ്. അത് പോർക്ക് റോസ്റ്റ് അത് പോർക്ക് റോസ്റ്റ് ആണ്. പിന്നെ അടുത്തത് ബ്രോയിലർ കോഴിക്കറി വറുത്തരച്ച് വെച്ചത്. അതായത് ബ്രോയിലർ കോഴിക്കറി നമ്മൾ പല രീതിയിൽ വെക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വറുത്തരച്ച് ബ്രോയിലർ കോഴിയാണ്. ഇത് താറാവ് മപ്പാസ്. ഇത് നാടൻ കോഴിക്കറി നല്ല മുളകിട്ട് അരച്ച് നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ അതിനെക്കാട്ടിൽ ഏറ്റവും നല്ലൊരു വെറൈറ്റി സാധനമുണ്ട്. നമ്മുടെ നാടൻ മീൻ, അതായത് നമ്മുടെ പുഴയിലെ മീൻ അല്ലേ, പുഴയിലെ മീൻ പിടിച്ച് നല്ല വറുത്ത് നല്ല വെച്ചിരിക്കുന്ന ഒരു സാധനം. അടുത്ത് വലിയ വലിപ്പമുള്ള സംഭവമൊന്നുമല്ല. ഇത് ചെറിയ മീനാണ്. ഇവിടുത്തെ പുഴയിലെ ചെറിയ മീനുകൾ എടുത്ത് വെച്ചിട്ട് നല്ല ഉഗ്രനായിട്ട് മുളകൊക്കെ അരച്ച് വെച്ചിരിക്കുന്നത് കാണാം. ഇങ്ങനെയാണ് നല്ല കറക്റ്റ് എരിവും എല്ലാം വെച്ച് നല്ല കിട്ടിക്കാറുണ്ട്. സൂപ്പർ സാധനമായിട്ടുണ്ട്. അടിപൊളി. പിന്നെ ഇരിക്കുന്നത് നമ്മുടെ ചോറിൻ്റെ ഐറ്റംസാണ്. ചോറ്, സാമ്പാർ, മോരുകറി, എല്ലാത്തിനും ഏറ്റവും മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ വറക്കുന്നതിനും പൊരിക്കുന്നതിനും ഒക്കെ ഏറ്റവും മെയിനായിട്ട് വേണ്ടതാണെന്നല്ല ഇത് ചള്ളാസ്. വിനാഗിരി, അതായത് സവോളയും വിനാഗിരിയും മുളകും എല്ലാം കൂടെ മിക്സ് ചെയ്തുണ്ടാക്കിയിരിക്കുന്ന ഒരു ചെറിയൊരു വിഭവമാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ സസ്പെൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ സ്പെഷ്യൽ കാടയുടെ മസാല വറുത്ത് ഇതിൻ്റെ പുറത്ത് ഗാർലിക് ചെയ്യുകയാണ്. അടിപൊളിയാണ്. എന്താ അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. ചെമ്മീൻ നമ്മുടെ മസാലയിലേക്ക് ചെമ്മീൻ ഇട്ടു. മസാലയ്ക്കകത്ത് കിടന്ന് അവനിങ്ങനെ റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ാടുമയ്ക്കാൻ ഞാനും വരട്ടെയോ നിൻ്റെ കൂടെ, പാടില്ല നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. അപ്പോൾ നമ്മൾ കിച്ചണിൽ ചെന്നു ഫുഡുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. അത് ഏതൊക്കെ വിഭവങ്ങളാണെന്ന് കണ്ടു, എന്തൊക്കെ വെറൈറ്റികളുണ്ടെന്ന് നമ്മൾ കണ്ടു. പക്ഷേ നമ്മളത് കഴിച്ച് നോക്കിയില്ല. നമുക്കിനി അത് കഴിച്ച അതിൻ്റെ ടേസ്റ്റ് എന്നാണെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോവാണ്. ആദ്യം ഈ നമ്മുടെ സ്പെഷ്യൽ ഐറ്റമായ നമ്മുടെ കാട ഫ്രൈ അത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി, നല്ലതായിട്ട് മൊരിഞ്ഞിരിക്കുക കേട്ടോ. ഇതാണ്ടോ, ഇതാണ് അതിൻ്റെ ഫ്രൈ ചെയ്തിരിക്കുന്നത്. ഇതിന് നമുക്ക് ചെറിയതായിട്ടൊരു ചെറിയ മിനുക്കുപൊടിയും കൂടെ ഉണ്ട്. ലേശം നാരങ്ങ എടുക്കുക. നാരങ്ങ നേരെ ഇങ്ങനെ അങ്ങോട്ട് വേണ്ട ഇതിങ്ങനെ ഒഴിച്ചങ്ങോട്ട് വെച്ചിട്ട് പിന്നെ അതിൻ്റെ മസാല സ്വല്പം ഇങ്ങനെ എടുക്കുക. ഇത് അതിൻ്റെ മസാലയാണ്. ഇത് അവർ വറുത്ത് കോരി നമ്മൾ കണ്ടതാണ്. ആ മസാലയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങോട്ട് വെക്കുക. നേരെ എടുക്കുക. അത് കണ്ട അങ്ങനെ നേരെ പൊഗല് അടിപൊളി. അതാണ് ഇവിടുത്തെ വെറൈറ്റി ആണെന്ന് പറയുന്നത് കേട്ടോ. എത്ര ടേസ്റ്റ് ആയതുകൊണ്ടാണ് ഇവിടുത്തെ വെറൈറ്റി വിഭവമാണെന്ന് പറയുന്നത്. സൂപ്പർ സംഭവം, അടിപൊളിയാണ് കേട്ടോ. ഇച്ചിരി കഴിക്കുന്നോ? ഞാനൊന്ന് കഴിച്ച് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഈ വഴി പോകുമ്പം ഇവിടെ നമ്മുടെ ഏതൻ തോപ്പിലൊന്ന് കയറുക, ഇവിടുത്തെ കാട ഫ്രൈ ഒന്ന് കഴിച്ച് നോക്കുക. അടിപൊളിയാണ് കേട്ടോ. അതെ, പൂച്ചക്കുട്ടി വന്നിട്ടുണ്ട് ഇവിടെ. അതുങ്ങൾക്ക് വരെ അറിയാം ഇവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് എന്നാണെന്നുള്ളത്. വന്നിട്ടുണ്ട്, അതിനൊരു പരിവാരം തന്നെ നമ്മുടെ കാൽക്കുലേറ്റ് ഇരിപ്പുണ്ട്. അതുപോലെ അഗ്രസാണ്. പിന്നെ മറ്റൊരു സ്പെഷ്യൽ വിഭവമാണ് പിടിയും കോഴിയും. പിടിയും കോഴിക്കറിയും ഈ ഒരു നാട്ടിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തിൻ്റെ, അത് ഈ പാല, രാമപുരം, കോട്ടയം സൈഡിലെ ഏറ്റവും
പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് പിടിയും കോഴിക്കറിയും. അത് ഈ ഷാപ്പിലെ ഏറ്റവും നമ്പർ 1 ഐറ്റമാണ്. അത് നമുക്ക് എന്താണ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ അവിടെ കിച്ചണിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. അപ്പം നമ്മൾ ലേശം പിടി എടുക്കുക. പിടി എടുത്തിട്ട് ലേശം നല്ല നാടൻ കോഴി കറി വെച്ചതാണ്. ആ കറിയുടെ ഇച്ചിരി ഗ്രേവി എടുക്കുക. എന്താ, എന്നിട്ട് ഇച്ചിരി ആ ഒരു കഷ്ണം എടുത്തിട്ട് ഈ സൈഡിലോട്ട് വെക്കുക. ഈ സൈഡിൽ വെച്ചിട്ട് നമ്മൾ അതുകൊണ്ട് സ്പൂൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല, അത് കൈ കൊണ്ട് പറ്റുമെങ്കിൽ മാത്രമേ ഇത് വരത്തുള്ളൂ. കയ്യിലോട്ട് ദേശം കേട്ടോ. അതുകൊണ്ട് ലേശം ദേശം എടുക്കുക. നല്ല ചൂട് സാധനം കേട്ടോ, കൈ പൊള്ളുന്നുണ്ടേ, എന്നാലും ഞാൻ വിടത്തില്ല. അതെടുക്കുക, പിടിയെടുക്കുക. എന്താ രണ്ടും കൂടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാ. നമ്മൾ സാധാരണ കോഴിക്കറിക്ക് ഏറ്റവും നമ്പർ 1 അപ്പം കഴിക്കും. പക്ഷേ പിടിയും കോഴിക്കറിയും സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. ഒന്നാന്തരം കോമ്പിനേഷനാണ് ഈ പിടിയും ഈ കോഴിക്കറിയും. അടുത്ത് നമ്മൾ പരിചയപ്പെട്ടത് നമ്മൾ ഒന്നാന്തരം പുഴുക്ക്. നമ്മൾ പറഞ്ഞില്ലായിരുന്നു പയറും കാച്ചിലും ചേനയും ചേമ്പും ഏതാണ്ട് എല്ലാം നല്ല കിഴങ്ങ് വർഗ്ഗങ്ങളും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു വിഭവം പറഞ്ഞില്ലായിരുന്നു, പുഴുക്ക്. അതായത് സാധാരണ ഈ 50 നോയമ്പ് 51 നോയമ്പ് അങ്ങനെ അങ്ങോട്ടൊക്കെ ഈ ക്രിസ്ത്യാനികൾക്കുണ്ട്. അവർക്കിത് കഴിയുമ്പോൾ പുഴുക്ക് നേർച്ചയെന്ന് പറയുന്നൊരു സംഭവം, അതിൻ്റെ ഒരു വിഭവമാണ് ഈ സാധനം പുഴുക്ക്. ഇതുപോലുള്ള സാധനങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്ത് ഉണ്ടാകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. നമുക്കതൊന്ന് കഴിച്ച് നോക്കാം. ആഹാ, സത്യം പറഞ്ഞല്ലോ, ഇതിനകത്ത് കുറച്ച് കപ്പയും കൂടെ ഉണ്ടായിരുന്നേക്ക് എടുക്കാനാണ്. കപ്പയും ഇതുകൂടെ വരുമ്പോഴത്തേനും കുറച്ചുകൂടെ നല്ല ഇതായിരുന്നു. പക്ഷേ ഇത് അടിപൊളിയായിട്ടുണ്ട്. എല്ലാം നല്ല കുഴഞ്ഞ് നല്ല മിക്സ് പരുവത്തിലായിട്ടുണ്ട്, നല്ല സൂപ്പറായി. അടുത്ത നമ്മുടെ വിഭവം എന്ന് പറയുന്നത് നമ്മളവിടെ കണ്ടതാണ്, നമ്മൾ പോർക്ക് റോസ്റ്റ്. നല്ല സൂപ്പറായിട്ട് റോസ്റ്റ് ചെയ്ത പോർക്ക്. അത് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കപ്പ കഴിക്കാം, വേണമെന്നുണ്ടെങ്കിൽ അപ്പം കഴിക്കാം, ഏതും പൊറോട്ട കഴിക്കാം, എന്തും കഴിക്കാം. അതിനുള്ള നല്ല ഒന്നാന്തരം ഒരു പോർക്ക് റോസ്റ്റാണ്. അന്ന് കഴിച്ചു പോകാം അല്ലേ. അത് കണ്ടപ്പോൾ തന്നെ വായിക്കാത്തൊരു വെള്ളം വീഴാൻ തുടങ്ങി. അപ്പോൾ കഴിച്ച് നോക്കി കഴിയുമ്പോൾ പറയാം. ആഹാ, നല്ലതായിട്ട് നല്ല സോഫ്റ്റായിട്ട്, കാരണം വെച്ചാൽ സ്ലൈസ് ചെയ്ത് അരിഞ്ഞിരിക്കുന്നത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. എല്ലാ ചേരുവകളും പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. കണ്ടോ ഇതിനകത്ത് ഗ്രേവി കണ്ടോ, നല്ല ഒന്നാന്തരമായിട്ട് വെന്തിരിക്കുക കണ്ടോ. അതങ്ങോട്ട് അതിൻ്റെ ദേശീയം, അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് അതിൻ്റെ നെയ്യ്. അതിൻ്റെ പുറത്തൊരു ഇതുണ്ട്, ഒരു കവചം. ആ നെയ്യ് അടിപൊളിയാണ്, സൂപ്പറായിട്ടാണ് ആ കറിക്കകത്ത് വെന്ത് നല്ല ഗ്രേവി എല്ലാം പിടിച്ച് നല്ല സൂപ്പറായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ്. കള്ളപ്പം ഇത് ഇവിടുത്തെ ഒരു വെറൈറ്റി ഒരു സാധനമാണ്. നമുക്ക് പോർക്ക് ചപ്സോടെ കൂട്ടി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ കള്ളുകൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. കള്ളും നമ്മുടെ അരിപ്പൊടിക്കകത്ത് കള്ള് ഒഴിച്ച് അത് മയപ്പെടുത്തി എടുത്തുണ്ടാക്കുന്ന അപ്പമാണ്. അല്ലാതെ വേറെ എസൻസോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടല്ല, ഒറിജിനൽ കള്ളുകൊണ്ട് ഉണ്ടാക്കുക. അതിനാണ് കള്ളപ്പം എന്ന് പറഞ്ഞത്. അതും നമുക്ക് ആ പോർക്ക് കറിയും കൂടെ കൂട്ടി നമുക്ക് കഴിച്ചു നോക്കാം. അടിപൊളിയല്ലേ. ആഹാ, കള്ളിൻ്റെ ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഫ്ലേവർ. കള്ളാണ് അതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത്. കള്ളപ്പത്തിൽ നിന്ന് പേര് വരുന്നത് തന്നെ അതുകൊണ്ടാണ്. നല്ല ഒന്നാന്തരം അപ്പമാണ്. നല്ല അടപ്പൊളിച്ച് നല്ല ആ കള്ളിൻ്റെ ഒരു ചെറിയ ടേസ്റ്റും ഒരു മധുരവും എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പോർക്ക് കറിയും കൂടെ ആയപ്പോഴത്തേനും ഫട്ടാഫട്ട് അടിപൊളി. അപ്പോൾ നമ്മൾ കിച്ചണിൽ വെച്ച് പരിചയപ്പെട്ട നമ്മൾ വേറെ സ്പെഷ്യൽ ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞത് നമ്മളെ മറ്റേ ചെമ്മീൻ റോസ്റ്റ് നമുക്കത് ടേസ്റ്റ് ചെയ്യാം. കുട്ടിക്ക് സാധനം കേട്ടോ, അടിപൊളി. അത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക്. കണ്ടപ്പോൾ തന്നെ വായിന്ന് വെള്ളം പോകുന്നുണ്ട്. അതേക്ക് നല്ല അത്യാവശ്യം നല്ല സൈസായിട്ടുള്ള ചെമ്മീനാണ്. അത് ഉഗ്ഗനായിരിക്കും. നമുക്കൊന്ന് ചവയ്ക്കാനുള്ളതുണ്ട്. അതുപോലെ നന്നായിട്ട് കറി വെച്ചിരിക്കുക. നോക്കാം.
അപ്പോൾ പിന്നെ കള്ളില്ലാതെ എന്ത് കള്ളി ഷാപ്പല്ലെന്നേ. അപ്പം ഇവിടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള 3 തരം കള്ള് കിട്ടുന്നുണ്ട്. ഒന്ന് നമ്മുടെ മുന്തിരിക്കള്ള്, അപ്പോൾ കള്ളിനകത്ത് നല്ല നല്ല മുന്തിരിങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല കളറാക്കിയിട്ട് അതിൻ്റെ കളർ തന്നെ കണ്ടോ, മുന്തിരി കളറാണത്. അത് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. പിന്നെ നല്ല കാന്താരി, നല്ല പച്ച കാന്താരി കൊണ്ട് ചതച്ചിട്ട് കള്ളിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ എരിവൊക്കെ നല്ലതായിട്ട് പിടിച്ച് കഴിയുമ്പോൾ അത് കഴിക്കുമ്പോഴത്തേന് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നമ്മുടെ കൂജക്കള്ളെന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ഷാപ്പുകളിലും ഉണ്ട്. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ കള്ളിനകത്ത് നല്ല ഉഗ്രനായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ച് നല്ല ചിൽഡായിട്ട് നമ്മൾ ബീറൊക്കെ കുടിക്കുന്ന പോലെ തന്നെ നല്ല ചിൽഡായിട്ടുള്ള കൂജക്കള്ള്, അതും ഇവിടുത്തെ ഏറ്റവും നല്ല വിഭവമാണ്. നമുക്ക് ഓരോന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം മുന്തിരിക്കള്ള് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് മുന്തിരിക്കള്ള് കേട്ടോ, അതിൽ നിന്ന് കുടിച്ച് നോക്കട്ടെ. അതിൻ്റെ ഗ്യാസ് ഇങ്ങനെ കൊള്ളുമ്പോഴത്തേനൊരു പ്രത്യേക സുഖം. ഇനി നമുക്ക് നമ്മുടെ കാന്താരിക്കള്ള എങ്ങനെയാണെന്ന് നോക്കാം. അതിൻ്റെ എരിവൊക്കെ പിടിച്ച് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. അടി എൻ്റെ നുരയൊക്കെ പതഞ്ഞു പോകുന്ന കണ്ടോ. അടി സക്കെ ഇങ്ങനെ വെട്ടി കളഞ്ഞിട്ടൊറ്റ പിടി ഇവനാണ്. കാരണം വെച്ചാൽ ഇതിൻ്റെ എരിവ് ഒരു പ്രത്യേകത തന്നെയാണ്. അയ്യോ, നല്ല ഒന്നാമത്തെ എരിവുണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല എരിവും അതിൻ്റെ കൂട്ടത്തിൽ ആ കള്ളിൻ്റെ ടേസ്റ്റും കൂടെ ആകുമ്പോഴത്തേനും നീ അറിഞ്ഞു മേലെ മനത്തെ 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട് ടീച്ച് ഞാൻ. അന്തിക്കള്ള് മധുരക്കള്ള് മുന്തിരിക്കള്ള്, അന്തിക്കള്ള് മധുരക്കള്ള് മുന്തിരിക്കള്ള്, ആളെ മയക്കണ കുപ്പി ഇനി ആളെ കറക്കണ കുപ്പി, ആളെ മയക്കണ കുപ്പി ഈ ആളെ കറക്കണ കുപ്പി, എന്തിനും ഏതിനും കുപ്പി ഇനി എന്തിനും ഏതിനും കുപ്പി, എന്തു നടന്നാലും കുപ്പി. അന്തിക്കള്ള് മധുരക്കള്ള് മുന്തിരിക്കള്ള്, അന്തിക്കള്ള് മധുരക്കള്ള് മുന്തിരിക്കള്ള്, ആളെ മയക്കണ കുപ്പി ഇനി ആളെ കറക്കണ കുപ്പി, എന്തിനും ഏതിനും കുപ്പി, എന്തു നടന്നാലും കുപ്പി. അന്തിക്കള്ള് മധുരക്കള്ള് മുന്തിരിക്കള്ള്, അന്തിക്കള്ള് മധുരക്കള്ള് മുന്തിരിക്കള്ള്, അന്തിക്കള്ള് മധുരക്കള്ള് മുന്തിരിക്കള്ള്, അന്തിക്കള്ള് മധുരക്കള്ള് മുന്തിരിക്കള്ള്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.